ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിന്റെയും ചാന്ദ്രയുടെയും വിവാഹം നടത്താൻ തീരുമാനിക്കുകയും ഇൻവിറ്റേഷൻ കാർഡ് എടുക്കുകയും വെഡിങ് ഡ്രസ് എടുക്കുകയും ഫോട്ടോഷൂട്ട് നടത്തുകയൊക്കെയാണ് സുധീഷും നിധിയും. തുടർന്ന് വിവാഹ തലേന്ന് രാത്രി വീടെല്ലാം ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. സുഭാഷിനെ ഒരു കസേരയിലേക്ക് പിടിച്ചിരുത്തി ഫേഷ്യൽ ചെയ്യാനായി തുടങ്ങുകയാണ് നികേഷ്. ഒരു തോർത്തെടുത്ത് സുഭാഷിനെ പുതപ്പിക്കുകയാണ് നികേഷ്. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ഞാൻ ഇന്നലെ മുടി വെട്ടിയതേ ഉള്ളൂ. ഇത് കേട്ട് നികേഷ് ചോദിക്കണ, സുഭാഷൻ എന്താ തമാശ പറയണോ? ഇത് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയാ. അങ്ങനെ നികേഷ് സുഭാഷിന് ഫേഷ്യൽ ചെയ്യാനായി തുടങ്ങുകയാണ്. ഹരീഷ അവരെ തന്നെ നോക്കിയിരിക്കുന്നു. എടാ മുഖമൊക്കെ നീർനിന്ന സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണ, ഒരു 5 മിനിറ്റ്, അത് കഴിയുമ്പോൾ തുടച്ചു കളയാം. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, വീഡിയോ കണ്ട് പഠിക്കുന്നതാ ഹരീഷേട്ടാ. തുടർന്ന് സുഭാഷിന്റെ മുഖം തുടച്ചു കൊടുക്കുകയാണ് നികേഷ്. സുഭാഷ് ചോദിക്കുന്നു, ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ എഴുന്നേറ്റ് പോട്ടെ? ഇരിക്കും സുഭാഷേട്ടാ അവിടെ നിന്ന് പറഞ്ഞ് നികേഷ് സുഭാഷിനെ പിടിച്ച് അവിടേക്ക് ഇരുത്തിക്കൊണ്ട് ചോദിക്കുന്നു, ധൃതി പിടിച്ചു പോയിട്ട് എന്ത് ചെയ്യാനാ? കുറച്ചേരം ഇവിടെ ഇരിക്കും, ഇനി വേണം ഫേസ് പാക്ക് ഇടാൻ. അത് കഴിഞ്ഞ പിന്നെ 20 മിനിറ്റ് അനങ്ങാൻ പോലും പാടില്ല. 20 മിനിറ്റ് ഒന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, കണ്ണടച്ചിരിക്കും സുഭാഷേട്ടാ. ഇത് കേട്ട് സുഭാഷ് കണ്ണടച്ചിരിക്കുമ്പോൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണ് നികേഷ്. തുടർന്ന് സുഭാഷ് പറയുന്നു, മതിയടാ. അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടൻ കണ്ണു തുറക്കല്ലേ? ശരിയടാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുന്നു, ചാരി ഇരിക്കണേ. അങ്ങനെ സുഭാഷിന്റെ കണ്ണിലേക്ക് കുക്കുംബർ വെച്ചു കൊടുക്കുകയാണ് നികേഷ്. ഹരീഷ് പതിയെ പറയുന്നു, എടാ നികേഷേ, നമുക്ക് സുഭാഷേട്ടന്റെ ഒരു ഫോട്ടോ എടുത്ത് ചാന്ദിനിക്ക് അയച്ചു കൊടുത്താലോ? എടാ ഫോട്ടോ ഒന്നും എടുക്കില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയണേ, ഇല്ല സുഭാഷേട്ടാ. അപ്പൊ ഹരീഷ് പറയുന്നത്, എടുക്കില്ല സുഭാഷേട്ടാ, ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ ഹരീഷ് പതിയെ ഫോട്ടോ എടുക്കുമ്പോൾ കുക്കുംബർ എടുത്തു മാറ്റി സുഭാഷ് ചോദിക്കുന്നു, ഫോട്ടോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശബ്ദം കേട്ടത് എന്താ? അപ്പൊ ഹരീഷ് പറയണ, മെസ്സേജ് വന്നതാ സുഭാഷേട്ടാ. നികേഷ് പറയുന്നു, സുഭാഷേട്ടാ കണ്ണടച്ചിരിക്ക്, കുക്കുംബർ വെച്ചത് എടുക്കാൻ പാടില്ലാത്തതാ, കണ്ണടച്ച് ചാഞ്ഞിരിക്ക്. അങ്ങനെ നികേഷ് വീണ്ടും കുക്കുംബർ വെച്ച് കൊടുക്കുകയാണ്. ഹരീഷ് ഫോട്ടോ എടുക്കുന്ന ശബ്ദം കേട്ട് കുക്കുംബർ എടുത്തു മാറ്റിക്കൊണ്ട് സുഭാഷ് പറയണ, ഫോട്ടോ എടുക്കില്ലെന്ന് പറഞ്ഞിട്ട് നീ എടുത്തില്ലേ? നികേഷ് ചോദിക്കുന്നത്, സുഭാഷേട്ടാ 20 മിനിറ്റ് എനിക്ക് വേണ്ടി ഒന്ന് അനങ്ങാതിരിക്കില്ലേ? ഞാൻ പറയുന്ന കേൾക്കാത്ത എന്താ? അപ്പൊ സുഭാഷ് പറയണ, കേൾക്കാം, പക്ഷേ അവനോട് ഫോട്ടോ എടുക്കരുതെന്ന് പറ. നികേഷ് പറയുന്നു, ഹരീഷേട്ടാ ഫോട്ടോ എന്നെ എടുക്കരുത്. അപ്പൊ ഹരീഷ് പറയണ, ശരി ഞാൻ എടുക്കുന്നില്ല. തുടർന്ന് കിളിക്കൂട്ടിലെ മറ്റൊരു ബെഡ്റൂം വൃത്തിയാക്കുകയാണ് നിധിയും സുധീഷും. സുധീഷ് അവിടെയുള്ള പഴയ സാധനങ്ങളെല്ലാം ഒരു ബാസ്ക്കറ്റിലേക്ക് എടുത്ത് ഒരു മൂലക്കേക്ക് വെക്കുമ്പോൾ തുടച്ചുകൊണ്ട് നിൽക്കുന്ന നിധി പറയണ, അവിടെ വെക്കരുത്, പുറത്തു കൊണ്ടോ. അപ്പൊ ഇത് വേണ്ടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, വേണം, പക്ഷെ ഇവിടെ വേണ്ട. സുധീഷ് ചോദിക്കുന്നു, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാ പിന്നെ എവിടെ കൊണ്ട വെക്കുക? ഇത് കേട്ട് നിധി പറയണ, എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. സുധീഷ് ചോദിക്കുന്നു, എവിടെയെങ്കിലും കൊണ്ടുവെക്കാനോ? ശരി, അപ്പൊ നിധിയുടെ റൂമിൽ കൊണ്ടുവെക്കട്ടെ ഞാനിത്. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, ആദ്യം എടുത്ത് എന്റെ റൂമിന്റെ ഭാഗത്തേക്ക് പോയാൽ സുധീഷ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും, പിന്നെ അപ്പുറത്തെങ്ങാണ് കൊണ്ടുവെക്കുക. ഇത് കേട്ട് സുധീഷ് പറയണ, ഇത് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ ആ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. സുധീഷ് പറയണ, ഞാൻ പോവാ, നോക്കണ്ട, അവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കാൻ നോക്ക്. അങ്ങനെ സുധീഷ് സാധനങ്ങളും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് സുധീഷും ഹരീഷും ഒരു പുതിയ മാട്രസ് കൊണ്ടുവന്ന് ബെഡിലേക്ക് ഇടുകയാണ്. ശബ്ദം കേട്ട് ഞെട്ടി സുഭാഷ് ചോദിക്കുന്നു, എടാ എന്താണ് ശബ്ദം കേട്ടെ? അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ ഒന്നുമില്ല, സുഭാഷ് ഇവിടെ ഇരിക്ക്, 20 മിനിറ്റ് അനങ്ങരുതെന്ന് പറഞ്ഞല്ലേ? അപ്പൊ സുഭാഷ് പറയണ, നീ 20 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു, അവിടെ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. നികേഷ് പറയണ, സുഭാഷന് മാത്രമായിട്ട് കേൾക്കില്ലല്ലോ, ഞങ്ങൾക്കും കേൾക്കുമല്ലോ, അവിടെ ഒരു ശബ്ദവും കേട്ടില്ല, അവിടെ ഇരിക്ക്. അങ്ങനെ റൂമിലേക്ക് വന്ന നികേഷ് ചോദിക്കുന്നു, എനി ഹെൽപ്പ്? ബെഡ്ഷീറ്റ് വിരിക്കുന്ന നിധി പറയണ, നികേഷ് ആ പില്ലോയ്ക്ക് കവർ ഇടണം. ഈ സമയം ഒരു സ്റ്റൂളും ഒരു ചെടിയുമായി അവിടേക്ക് വരികയാണ് സുധീഷ്. സ്റ്റൂൾ അവിടേക്ക് വെച്ച് അതിന് മുകളിലേക്ക് ചെടി വെക്കുകയാണ് സുധീഷ്. നികേഷ് ചോദിക്കുന്നു, ഏട്ടതി എന്തിനാ ഈ സ്റ്റൂളൊക്കെ? നിധി പറയുന്നു, അറിയില്ലടാ. സുധീഷ് എന്താ ഇത്? റൂം ഭംഗിയാക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, ഏത്? ഈ ഒടിഞ്ഞ സ്റ്റൂളിന്റെ മുകളിൽ ഒരു ചെടി വെക്കുന്നതോ? ഇതാണോ ഭംഗിയാക്കുന്നത്? ഒരു ഭംഗിയില്ല സുധീഷ്, എടുത്തു മാറ്റാന്ന് പറഞ്ഞ് സുധീഷ് ചെടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. നിധി പറയുന്നു, ഹരീഷ് ഈ സ്റ്റൂളില് ആ ടേബിൾ ഫാൻ വെക്കാം, അതിങ്ങ് എടുത്തോണ്ട് വാ. ഹരീഷ് ടേബിൾ ഫാനുമായി അവിടേക്ക് വരുമ്പോൾ നിധി സ്റ്റൂളിന്റെ മുകളിലേക്ക് ടേബിൾ ഫാൻ വെക്കുകയാണ്. തുടർന്ന് നിധി ചോദിക്കുന്നു, നന്നായിട്ടില്ലേ? നികേഷ് പറയണ, സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടതി, ഞങ്ങളുടെ റൂം തന്നെയാണോ എന്ന് തോന്നിപ്പോവുകയാ. അവിടേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു, നിധി എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ ആണെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ എത്ര നേരമായി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു? ഇത് കേട്ട് നികേഷ് പറയണ, അയ്യോ സുഭാഷ് ഏട്ടന്റെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. സുഭാഷ് ഏട്ടൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് നികേഷ് അരികിലേക്ക് ഓടി വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ നികേഷ് നീ എങ്ങോട്ടാ പോയത്? അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ പോയി മുഖം കഴിക്കൂ. ശരി ഇടാന്ന് പറഞ്ഞ മുഖം കഴുകാനായി പോവുകയാണ് സുഭാഷ്. തുടർന്ന് നികേഷ് റൂമിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ അവിടെ പോയടാ? നികേഷ് പറയണ, സുഭാഷ് ഏട്ടൻ മുഖം കഴുകാൻ പോയി, ഇപ്പൊ വരും. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? അങ്ങനെ ചുറ്റും നോക്കി സുഭാഷ് ചോദിക്കണ, ആകെ മാറിപ്പോയല്ലോ, 20 മിനിറ്റ് മുമ്പ് കണ്ട റൂമാണോ ഇത്? മൊത്തത്തിൽ മാറിപ്പോയല്ലോ. സുധീഷ് പറയുന്ന, അതെ സുഭാഷ് ഏട്ടാ, റൂമൊക്കെ എങ്ങനെയുണ്ട്? സുഭാഷിന് ഇഷ്ടപ്പെട്ടോ? അപ്പൊ സുഭാഷ് പറയണ, നന്നായിട്ടുണ്ട്, പക്ഷെ എന്തിനാടാ ഇതൊക്കെ? സുധീഷ് ചോദിക്കുന്നു, പിന്നെ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട്
എവിടെ കിടക്കുക? അതിനെന്തിനാടാ ഇതൊക്കെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് എന്നോട് എന്തൊക്കെയാ പറയാറുള്ളത്? നിധിയെ ഇങ്ങനെ നോക്കണം, അങ്ങനെ നോക്കണം, നിധിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്നൊക്കെയല്ലേ? അതേപോലെ സുഭാഷേട്ടൻ ചാന്ദിനിയെയും നോക്കണം. അതിനാ ഇതെല്ലാം. പിന്നെ ഈ ക്ലീനിങ് എല്ലാം ഞാനും നിധിയും കൂടിയായിരുന്നു. ബെഡ് വാങ്ങിച്ചത് ഹരീഷാണ്. എന്തിനാ സുധീഷേട്ടാ അതൊക്കെ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടനെ അറിയട്ടടാ, ഇത്രയൊക്കെ ചിലവാക്കണമായിരുന്നു എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഒന്ന് ചുമ്മാതിരിക്കും സുഭാഷേട്ടാ, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ? അവര് ചെയ്യുന്നതെല്ലാം ശരിയാ. സന്തോഷമായിട്ടിരിക്കും സുഭാഷേട്ടൻ. സുഭാഷേട്ടന്റെ കല്യാണം നടക്കാൻ പോവുകയാണെന്ന് ഓർക്കുമ്പോ തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ? ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ അരികിലേക്ക് ഇരുന്ന് സുധീഷ് പറയണ, സുഭാഷേട്ടാ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞങ്ങൾ എത്ര നാള് കാത്തിരുന്നെന്നറിയോ? അല്ലടാ ഹരീഷ്. അരികിലേക്ക് ഇരുന്ന് ഹരീഷ് പറയുന്നു, അതെ, സുഭാഷേട്ടൻ സന്തോഷമായിട്ട് ജീവിക്കണം, അതാ ഞങ്ങൾക്ക് വേണ്ടത്. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് സുധീഷിനെയും ഹരീഷിനെയും ചേർത്ത് പിടിക്കുമ്പോൾ പിന്നിലേക്ക് വന്ന് അവരെ കെട്ടിപ്പിടിക്കുകയാണ് നികേഷ്. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി. സുഭാഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന സുഭാഷ് വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ എന്താ ഉറങ്ങുന്നില്ലേ? ഉറക്കം വരുന്നില്ല മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, പോയി കിടന്നാലല്ലേ ഉറക്കം വരും? രാവിലെ കല്യാണമല്ലേ, ഇങ്ങനെ ഉറക്കം വളച്ചിരുന്നാൽ എങ്ങനെയാ? നന്നായിട്ട് ഉറങ്ങിയാലല്ലേ മുഖം ഫ്രഷ് ആയിട്ടിരിക്കൂ, ഇല്ലെങ്കിൽ ഡള്ളാകും. അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, എന്തൊക്കെയാ ആലോചിച്ച് ഇവിടെ വന്നിരുന്നതാ? എന്താ ആലോചന നിധി ചോദിക്കുമ്പോൾ അപ്പൊ സുഭാഷ് പറയണ, ഒന്നുമില്ല മോളെ, എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നു. നിധി ചോദിക്കുന്നു, എന്താ സുഭാഷേട്ടാ, എന്താണെങ്കിലും പറ. വാതിലിന്റെ അരികിലേക്ക് വരുന്ന സുധീഷ് അവരെ ശ്രദ്ധിക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷേട്ടന്റെ അമ്മയെ കുറിച്ച് ചിന്തിക്കുകയാണോ? ഇത് കേട്ട് സുധീഷ് മനസ്സിൽ പറയണോ, ഓ സെന്റിമെന്റ് ടോപ്പിക് ആണോ? പാര സുഭാഷേട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയണ, അതൊന്നും അല്ല മോളെ, മോളോടൊരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലെ? ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. ഇത് കേട്ട് നിധി പറയുന്നു, സുഭാഷേട്ടാ സുഭാഷേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ ശരിയായിട്ടേ എടുക്കും. സുഭാഷേട്ടൻ ചോദിക്കുക. അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, മോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയാറുണ്ട്, എന്റെ കല്യാണം കഴിഞ്ഞ ഈ വീട്ടിലേക്ക് ഒരു പെണ്ണ് വന്നാൽ നീ ഈ വീട് വിട്ടു പോവെന്ന് പറയും. ഇത് കേട്ട് സുധീഷ് ടെൻഷനോടുകൂടി അവരെ നോക്കുമ്പോൾ സുഭാഷ് പറയണ, ഇപ്പം ചാന്ദിനി ഈ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് നീ ഈ വീട് വിട്ടു പോകില്ലല്ലോ അല്ലെ? സുധീഷ് മനസ്സിൽ പറയണ, ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ സുഭാഷേട്ടാ? എന്തിനാ സുഭാഷേട്ടാ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചേ? നിധി ചോദിക്കുന്നു, എന്താ സുഭാഷേട്ടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പൊ സുഭാഷ് പറയണ, അതല്ല മോളെ, മോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുണ്ട്, ഈ വീട്ടിലേക്ക് മറ്റൊരു പെണ്ണ് വന്നതിന് ശേഷം നീ പോയാൽ ഈ വീട്ടിൽ പെണ്ണ് വാഴില്ലെന്ന് ആരും പറയില്ലല്ലോ, അതുകൊണ്ട് എന്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഈ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടാ ചോദിച്ചത്. ഇത് കേട്ട് നിധി പറയണ, സുഭാഷേട്ടാ അതെപ്പോഴോ ദേഷ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കും. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, അപ്പോ മോൾ ഈ വീട് വിട്ടു പോകില്ലല്ലോ അല്ലെ? മോൾ ഇവിടുന്ന് പോകുമോ എന്നുള്ള പേടി എന്റെ മനസ്സിലുണ്ട്. നിധി ഈ വീട്ടിലുണ്ടാകണം. സുധീഷിനെ വിട്ട് നിധി പോകാൻ പാടില്ല. എന്റെ കല്യാണം നടക്കുന്നത് കൊണ്ട് നീ ഈ വീട് വിട്ടു പോകാൻ തീരുമാനിച്ചാൽ ഞാൻ കല്യാണം കഴിക്കാതെ ഇരുന്നോളാം. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ എന്ത് സംസാരം ഇത്? ഞാൻ അങ്ങനെയൊന്നും പോകില്ല. സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. വിശ്വസിക്കാനാകാതെ സുഭാഷ് ചോദിക്കുന്നു, മോള് പറഞ്ഞത് സത്യമാണോ? തന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തുകൊണ്ട് നിധി പറയുന്നു, സത്യമായിട്ട് ഞാൻ പോകില്ല. സുഭാഷേട്ടൻ പറഞ്ഞത് സത്യമാ. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഒരുപാട് തവണ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറേ ഇല്ല. എന്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. സുഭാഷേട്ടനെ വിട്ടിട്ട് ഈ വീട് വിട്ട് സുധീഷിനെ വിട്ട് ഞാൻ പോകണമെന്ന് ചിന്തിക്കുന്നതേ ഇല്ല. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, സുധീഷിനെ വിട്ട് സുധീഷ് ഞാനല്ലേ, എന്നെ വിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടി സുഭാഷ് പറയണ, മതി മോളെ, ഇത് മതി. നിധി ചോദിക്കുന്നു, അതൊക്കെ ഓർത്താണോ സുഭാഷേട്ടൻ ഇവിടെ വന്നിരുന്നേ? അതേ മോളെ എന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, സുഭാഷേട്ടാ ഞാൻ വീണ്ടും പറയുക, ചാന്ദിനി വന്നതിന് ശേഷവും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതുപോലെ സുഭാഷേട്ടന് മതി എന്ന് പറഞ്ഞ് സുഭാഷ് സന്തോഷത്തോടുകൂടി തലയാട്ടുമ്പോൾ വിശ്വസിക്കാനാകാതെ തലയിൽ കൈവച്ച് നിൽക്കുകയാണ് സുധീഷ്. നിധി പറയുന്നു, എനിക്ക് നിങ്ങളെ എല്ലാവരെയും വിട്ടിട്ട് പോകാൻ പറ്റില്ല സുഭാഷേട്ടാ. ഇപ്പൊ ഞാനും ഈ വീട്ടിലെ ഒരു അംഗമായില്ലേ, ഇനി ഈ വീട് വിട്ടു പോകുന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കില്ല. ഇത് കേട്ട് സമാധാനത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും സുധീഷും. നിധി പറയുന്നു, സുഭാഷേട്ടൻ പോയി ഉറങ്ങാൻ നോക്ക്. രാവിലെ കല്യാണം ആയിക്കൊണ്ട് ആലോചിക്കാൻ പറ്റിയ കാര്യമാണോ ഇത്? പോയി റെസ്റ്റ് എടുക്ക്. സുഭാഷ് പറയുന്നു, എനിക്ക് ഇത് മതി മോളെ, സന്തോഷം. ഇനി ഞാൻ സമാധാനമായിട്ട് ഉറങ്ങും. സുധീഷ് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയാണ്. അകത്തേക്ക് കയറി വരുന്ന സുഭാഷ് സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് പതറി സുധീഷ് പറയുന്നു, ഒന്നുമില്ല സുഭാഷേട്ടാ, ചുമ്മാ ഇങ്ങനെ. സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ അവിടേക്ക് വന്ന നിധി ചോദിക്കുന്നു, എന്താ സുധീഷ്? അപ്പൊ സുധീഷ് പറയണ, ഒന്നുമില്ല, എന്റെ കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണു. അപ്പൊ നിധി പറയണ, താഴെ വീണത് എടുക്കാൻ വന്നതുപോലെ അല്ലല്ലോ നിൽക്കുന്നത്. സുധീഷ് ചോദിക്കുന്നു, പിന്നെ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വന്നതാണെന്ന് വിചാരിച്ചോ? ഞാനിത് എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കേട്ട് നിധി പറയണ, അപ്പോ ഞങ്ങൾ സംസാരിച്ചതെല്ലാം കേട്ടു. അപ്പൊ സുധീഷ് പറയണ, അയ്യോ ഇല്ല. ഇത് കേട്ട് നിധി പറയണ, അപ്പൊ ഞങ്ങൾ സംസാരിച്ചത് സുധീഷ് കേട്ടില്ല. ഇത് കേട്ട് സുധീഷ് പറയണ, അങ്ങനെ പറയാൻ പറ്റില്ല. സുധീഷിനെ വിട്ട് പോകില്ലെന്ന് നീ പറഞ്ഞത് ഞാൻ കേട്ടു. എന്നെ വിട്ട് നിനക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇത് കേട്ട് പുഞ്ചിരിച്ച നിധി പറയണ, അതൊക്കെ ഞാൻ ഈസി ആയിട്ട് പോകും. സുഭാഷേട്ടന്റെ കല്യാണം ആയിക്കൊണ്ട് ടെൻഷൻ
പ്രശ്നമാക്കണ്ടെന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ്. ഇത് കേട്ട് സുധീഷിന്റെ മുഖം ആടുമ്പോൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് നിധി. ഒന്ന് ആലോചിച്ച് സുധീഷ് പറയണ ചുമ്മാ പറഞ്ഞതാ, അവൾ എന്നെ വിട്ട് പോകില്ല, അതെനിക്കറിയാം. തുടർന്ന് കല്യാണത്തിന് കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം എടുത്തു വെക്കുകയാണ് നിധി. സുധീഷ് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു. പൂവൊക്കെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരില്ലേ? സുധീഷ് പറയണ അതൊക്കെ 6 മണിയാകുമ്പോഴേക്കും ക്ഷേത്രത്തിൽ കൊണ്ടുവരും. നിധിക്കുള്ള മുല്ലപ്പൂവും ഞാൻ എടുത്തു വെച്ചേക്കാം. ശരി എന്നാ നിധി പറയുമ്പോൾ പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ് ഹരീഷും നികേഷും. ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിട്ടില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി, രാവിലെ വരും. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനുള്ള ആളുകൾ എല്ലാവരും വരും. അപ്പൊ സുധീഷ് പറയണ ശരി, എല്ലാം ഓക്കെയാ, പക്ഷെ പ്രധാനപ്പെട്ട ഒരു സാധനം എടുത്തു വെച്ചില്ല. എന്താ അതെന്താ നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ താലി. പുഞ്ചിരിച്ച നിധി ചോദിക്കുന്നു അത് എടുത്തു വെക്കാതിരിക്കുവോ? അങ്ങനെ നിധി താലി എടുത്ത് കാണിക്കുകയാണ്. സുഭാഷേട്ടാ, ഇത് സുഭാഷേട്ടൻ ചാന്ദിനിയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്ന താലി. സന്തോഷത്തോടു കൂടി അത് വാങ്ങി നോക്കി സുഭാഷ് പറയുന്നു നന്നായിട്ടുണ്ട് മോളെ, ഇതിനൊക്കെ ഒരുപാട് ചിലവായി കാണുമല്ലോ മോളെ. ഫോട്ടോഗ്രാഫർ, ഭക്ഷണം, ഇൻവിറ്റേഷൻ, ഇപ്പൊ താലി, എന്തിനാ ഇത്രയും ചിലവ്? ഇത് കേട്ട് ഹരീഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ, അതുകൊണ്ട് താലി ഇല്ലാതെ കല്യാണം കഴിക്കാൻ പറ്റുമോ? അപ്പൊ സുഭാഷ് പറയണ അത് ശരിയാ, താലി വാങ്ങിയിട്ട് ബാക്കി ചിലവുകളൊക്കെ കുറയ്ക്കാമായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയുന്നു സുഭാഷേട്ടാ, ചിലവ് കുറച്ച് കല്യാണം നടത്തണമെന്ന് സുഭാഷേട്ടൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഞങ്ങൾക്ക് സുഭാഷേട്ടന്റെ കല്യാണം നല്ല രീതിയിൽ നടത്തണമെന്നാ. ഇതിനൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കാശെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ കാശിനെ കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് ഞങ്ങൾ സുഭാഷേട്ടനോട് പറഞ്ഞതല്ലേ, അതൊക്കെ സുഭാഷേട്ടൻ വിട്ടേര്. അവിടേക്ക് വന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്താ മോളെ വട്ടമേശ സമ്മേളനം, എന്താ കാര്യം? അപ്പൊ നിധി പറയണ സുഭാഷേട്ടന്റെ കല്യാണത്തിനുള്ള താലി വാങ്ങിയിട്ടുണ്ട്. ഭാസ്കരൻ ചോദിക്കുന്നു ഓ താലി വാങ്ങിയോ, കാണിച്ച്. സുഭാഷ് താലി ഭാസ്കറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. താലി നോക്കി ഭാസ്കരൻ പറയുന്നു നന്നായിട്ടുണ്ട്. ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ ആരോ പറയുന്നത് കേട്ടായിരുന്നു, താലി മാത്രം വാങ്ങിയാ മതി, ചെയിൻ എന്റെ ഉത്തരവാദിത്വമാണെന്ന്. സുഭാഷ് ചോദിക്കുന്നു നീ എന്താടേ പറയുന്നേ? സുധീഷ് ചോദിക്കുന്നു എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഭാസ്കരൻ, നിങ്ങളോടാ ചോദിക്കുന്നത്, നിങ്ങൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് താലി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, ചെയിൻ കിട്ടുമോ കിട്ടത്തില്ലയോ? ഭാസ്കരൻ പിന്നീട് ഒളിപ്പിച്ചിരിക്കുന്ന കവർ എടുത്ത് അതിൽ നിന്നും ചെയിൻ എടുത്ത് കാണിക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാടാ ഈ ഭാസ്കരൻ. സുഭാഷേ ഇങ്ങോട്ട് വാ, ഇത് വാങ്ങിക്ക്. സുഭാഷ് ചോദിക്കുന്നു അച്ഛ എന്താ അച്ഛ ഇത്? അച്ഛനെങ്ങനാ ചെയിൻ വാങ്ങിച്ചത്? നീ ഇത് വാങ്ങിക്കെന്ന് ഭാസ്കരൻ പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ എടാ എന്താണ് ഇവിടെ നടക്കുന്നേ? അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടാ അത് പറയും. സുഭാഷ് ചോദിക്കുന്നു അച്ഛ എവിടുന്നാ ഇതെല്ലാം? അപ്പൊ ഭാസ്കരൻ പറയണ എടാ സുഭാഷ്, നിങ്ങളുടെ അമ്മ മരിക്കുമ്പോൾ അവളുടെ താലി മൂത്ത മരുമകൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു, ആ താലി നിധിക്ക് കൊടുത്തു. ഈ ചെയിൻ സുധീഷിന് കൊടുക്കണമെന്ന് പറഞ്ഞു, സുധീഷിന് കൊടുക്കേണ്ട ചെയിൻ ഇപ്പൊ ഞാൻ നിനക്ക് തരുവാ, ദാ വാങ്ങിക്ക്. സുഭാഷ് സന്തോഷത്തോടു കൂടി അത് വാങ്ങി എടുത്തു നോക്കുകയാണ്. ഹരീഷിന്റെ അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു ഇന്നാടാ നിന്റെ അമ്മ നിനക്ക് വേണ്ടി തന്നതാ വള, സൂക്ഷിച്ചു വെച്ചോ. ഹരീഷ് ആ വള എടുത്തു നോക്കുമ്പോൾ നികേഷ് വിഷമത്തോടുകൂടി ഹരീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. നിധി നികേഷിനെ ശ്രദ്ധിക്കുന്നു. നിധിയും നികേഷിനെ ശ്രദ്ധിക്കുന്ന ഭാസ്കരൻ ചോദിക്കുന്നു എന്താ മോളെ നിധി അവനെ നോക്കിയിരിക്കുന്നത്? അവനുള്ളത് അവന്റെ കല്യാണം ആകുമ്പോൾ ഞാൻ കൊടുത്തോളാം, ഉറപ്പായിട്ടും ഞാൻ കൊടുക്കും. ഇപ്പൊ അവനുള്ള സ്വർണം കൊടുത്താൽ അവനത് നഷ്ടപ്പെടുത്തി കളയും, കല്യാണം ആകുമ്പോൾ കൃത്യമായിട്ട് കൊടുത്തിരിക്കും. ഇത് കേട്ട് നിധി പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ നികേഷ് ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടുകൂടി നികേഷിനെ നോക്കുന്നു. സുഭാഷിന്റെ കയ്യിൽ നിന്നും ചെയിൻ വാങ്ങിച്ച് താലി ചെയിനിലേക്ക് വെച്ച് നോക്കുകയാണ് നിധി. ശേഷം നിധി പറയുന്നു സുഭാഷേട്ടാ നോക്ക് നല്ല ഭംഗിയില്ലേ? സന്തോഷത്തോടുകൂടി സുഭാഷ് പറയുന്നു നന്നായിട്ടുണ്ട് മോളെ. നന്നായിട്ടില്ലേ എന്ന് ചോദിച്ച് നിധി ഇത് എല്ലാവരെയും കാണിക്കുമ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. എന്താ ഒരു ഭംഗി ഇത് ഭാസ്കരൻ പറയുമ്പോൾ സുധീഷ് പറയണ താലി കാണുമ്പോഴാ കല്യാണം എന്ന ഫീല് തോന്നുക. ഹരീഷ് ചോദിക്കുന്നു അതെന്താ സുധീഷേട്ടാ? പുറത്ത് കളർഫുള്ളായ ലൈറ്റുകളുണ്ട്, സ്പീക്കർ വെച്ചിട്ടുണ്ട്, കല്യാണത്തിനുള്ള ചിലവുകളെല്ലാം സുധീഷേട്ടൻ ചെയ്തു, എന്നിട്ടും സുധീഷേട്ടന് താലി കണ്ടപ്പോഴാണോ ഫീല് വന്നേ? അപ്പൊ സുധീഷ് പറയുന്നു അത് ചുമ്മാ പറഞ്ഞതാടാ. അപ്പൊ സുഭാഷ് പറയുന്നു അച്ഛാ ചെയിനും വളയൊക്കെ കയ്യിലുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ, സമയമാകുമ്പോൾ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഹരീഷ് പറയണ സുഭാഷേട്ടാ ഞാൻ പറഞ്ഞില്ലേ നല്ലവനായിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് കേട്ട് ഭാസ്കരൻ പറയണ നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട, നല്ലവനായതുകൊണ്ടൊന്നുമല്ല ഞാനിത് ചെയ്തത്, നിങ്ങളുടെ അമ്മ ഇത് നിങ്ങളുടെ കയ്യിൽ തരണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ, ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നു, ഇപ്പൊ അത് നിങ്ങൾക്ക് തന്നു. നികേഷ് ചോദിക്കുന്നു ഹരീഷേട്ടാ വള നീതു ചേച്ചിക്കാണോ? ഇത് കേട്ട് എല്ലാവരും വിചാരിച്ച് ഹരീഷിനെ നോക്കുകയാണ്. ഹരീഷ് ഒന്ന് ആലോചിച്ച് സുഭാഷിനോട് പറയുന്നു സുഭാഷേട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് വരുമോ? എന്താണെന്ന് ചോദിച്ച് സുഭാഷ് അരികിലേക്ക് വരുമ്പോൾ സുഭാഷിന്റെ കയ്യിലേക്ക് ഒരു വള കൊടുത്തുകൊണ്ട് ഹരീഷ് പറയുന്നു ഇത് ഞാൻ സുഭാഷേട്ടന് തരുന്നു, ഇത് ചാന്ദ്രിയടത്തേക്കുള്ളതാ, വാങ്ങിക്കെന്ന് പറഞ്ഞ് സുഭാഷിന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ആ വള. എടാ ഹരീഷ് എന്താടാ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധിയുടെ അരികിലേക്ക് വന്ന ഒരു വള നീട്ടിക്കൊണ്ട് ഹരീഷ് പറയുന്നു ദാ എടുത്തേ, ഇത് ഏട്ടത്തിക്ക് വേണ്ടിയാ. നിധി ചോദിക്കുന്നു ഹരീഷ് എനിക്ക് എന്തിനാ ഇത്? എനിക്ക് ഇതൊന്നും വേണ്ട. അപ്പൊ ഹരീഷ് പറയണ ഏട്ടത്തി ഇത് വാങ്ങിക്ക്, ഇതൊക്കെ വേണോ ഹരീഷ് എന്ന് നിധി ചോദിക്കുമ്പോൾ ഹരീഷ് പറയുന്നു പ്ലീസ് വാങ്ങിക്കേട്ടത്തി. ഇത് കണ്ട് കണ്ണു നിറഞ്ഞ് ഹരീഷിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ഭാസ്കരൻ. സുധീഷ് പറയുന്നു എടാ ഹരീഷ് ഇത് നിനക്ക് വേണ്ടി അമ്മ തന്നതാ, നീ അത് അകത്ത് കൊണ്ടുവയ്ക്ക്. അപ്പൊ ഹരീഷ് പറയണ ആയിക്കോട്ടെ സുധീഷ് ഏട്ടാ ഇത് ഏട്ടത്തി വാങ്ങിക്കും.
വാങ്ങിക്കേട്ടത്തി എന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് അത് വെച്ചു കൊടുക്കുകയാണ് ഹരീഷ്. നിധി അത് വാങ്ങുമ്പോൾ ഹരീഷ് പറയണ, ഒരു വള സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചാന്ദിനി ഏട്ടത്തിക്ക്, മറ്റൊരു വള സുധീഷ് ഏട്ടന്റെ ഭാര്യയെ ഏട്ടത്തിക്ക്. എടാ എന്തിനാടാ ഇതൊക്കെയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ, എടാ ഹരീഷ്, ഞാൻ ചാന്ദിനിക്ക് പിന്നെ വാങ്ങിച്ചു കൊടുത്തോളാം. നിനക്ക് തന്നത് നീ എന്തിനാ ഞങ്ങൾക്ക് തരുന്നേ? നീ ഇത് വാങ്ങിക്ക്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടാ, അത് സുഭാഷ് ഏട്ടന്റെ കയ്യിലിരിക്കട്ടെ. അതെ, എനിക്ക് തന്നത് ഞാൻ സുഭാഷ് ഏട്ടനും ഏട്ടത്തിക്കും കൊടുത്തതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ ഭാസ്കരൻ പറയണ, അത് നിന്റെ അമ്മ നിനക്ക് വേണ്ടി തന്നതാ, നീ അത് ആർക്ക് കൊടുത്താലും എനിക്കെന്താ. അപ്പൊ നിധി പറയണ, ഹരീഷ്, ഒന്ന് സുഭാഷ് ഏട്ടന് കൊടുത്തു, ഇത് ഹരീഷിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ഹരീഷ് പറയണ, എന്റെ കൈ വെച്ചിട്ട് എന്ത് ചെയ്യാനാ? ഇത് ഏട്ടത്തിക്ക് തന്നാൽ ഏട്ടത്തി കയ്യിലിട്ടോണ്ട് നടക്കുമല്ലോ, അത് കയ്യിലിട ഏട്ടത്തി. ഇത് കേട്ട് നിധി ആ വള കയ്യിലേക്ക് ഇട്ടിട്ട് ചോദിക്കുന്നു, നന്നായിട്ടുണ്ടോ? പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു, സൂപ്പർ ആയിട്ടുണ്ട്. സുഭാഷ് പറയണ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹരീഷ്, അച്ഛൻ എനിക്ക് ചെയിൻ തന്നില്ലേടാ, ഇത് നീ വെച്ചോ. അപ്പൊ ഹരീഷ് പറയണ, അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, ചാന്ദിനി എടുത്തി പാവാ, അച്ഛനെ അമ്മയെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ഏട്ടത്തിയെ പോലെ നമ്മുടെ വീട്ടിലേക്ക് വരുവാ, അത് ചാന്ദിനി എടുത്തേക്ക് കൊടുക്ക്. ഇത് കേട്ട് കണ്ണു നിറഞ്ഞ് ഹരീഷിനെ കെട്ടിപ്പിടിക്കുകയാണ് സുഭാഷ്. സുധീഷും നിധിയും നികേഷും ഭാസ്കരനും കണ്ണു നിറഞ്ഞ സ്നേഹത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷ് പറയുന്നു, ദേ നോക്ക്, എന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ടും പോകില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട കേട്ടോ, ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇത് കേട്ട് സുധീഷ് പറയണ, സുഭാഷ് ഏട്ടൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാ ഹരീഷ് ബെഡൊക്കെ വാങ്ങിയത്, എസ്കേപ്പ് ആകാനുള്ള പ്ലാനൊന്നും വേണ്ട. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് പറയണ, നിധി നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ വീട്ടില് ഒരുപാട് നല്ലത് നടന്നിട്ടുണ്ട്, അതേപോലെ ചാന്ദിനി വരുമ്പോഴും ഈ വീട്ടിൽ നല്ലത് നടക്കണം. ദേ നോക്ക്, വഴക്കുണ്ടാക്കിയാലും ദേഷ്യം വന്നാലും അപ്പൊ തന്നെ സംസാരിച്ച് സമാധാനപ്പെടുത്തിക്കോണം, മനസ്സിലായോ? നമ്മൾ എല്ലാവരും എപ്പോഴും ഇതേപോലെ ഒത്തൊരുമയോടുകൂടി നിൽക്കണം. ശരി സുഭാഷ് ഏട്ടാന്ന് ഹരീഷും സുധീഷും പറയുമ്പോൾ നികേഷ് ചോദിക്കണം, സുഭാഷ് ഏട്ടാ, അതിനെന്താ ഇത്ര സംശയം? നമ്മൾ എല്ലാവരും എപ്പോഴും ഒന്നിച്ചുണ്ടാകും. ഇത് കേട്ട് സുഭാഷ് കണ്ണീര് തുടയ്ക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, രാവിലെ കല്യാണം ആയിക്കൊണ്ട് കരയുകയാണോ? നികേഷ് ചോദിക്കുന്നു, കരയുന്നോ? ഫേഷ്യലൊക്കെ ചെയ്ത് പളപളാന്നാക്കി വെച്ചതാ മുഖം, കരഞ്ഞ ഡള്ളാക്കിയാൽ വീണ്ടും ഫേഷ്യൽ ചെയ്യും ഞാൻ, അതൊന്നും വേണ്ടാന്ന് സുഭാഷ് പറയുമ്പോൾ സുഭാഷിനെ ഇക്കിളിയാക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും. ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധിയും ഭാസ്കരനും. ഭാസ്കരൻ പറയാണ്, നിങ്ങളൊരു നാടക കമ്പനി തുടങ്ങുന്നത് നന്നായിരിക്കും, ഒന്നുകിൽ വഴക്കടിക്കും, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ചേർത്ത് പിടിക്കും, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിൽക്കില്ലേ നിങ്ങള്? ഇത് കേട്ട് പുഞ്ചിരിച്ച് ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് സുഭാഷ് ഹരീഷിനെയും സുധീഷിനെയും നികേഷിനെയും ചേർത്ത് പിടിക്കുകയാണ്. തുടർന്നുള്ള റിവ്യൂവിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്